ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് നാളായിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു പ്രത്യേക അറിവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു DPharm സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നപ്പോൾ ആകെ ഒരു എന്താ പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എപ്പോഴും യൂട്യൂബ് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഒന്ന് നോക്കാറുണ്ട്. ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ വെറുതെയൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അതിന് വേണ്ടിയിട്ടങ്ങനെ ചില സമയം കണ്ടെത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലായപ്പോൾ ഇപ്പോൾ പഠിത്തമായി. അപ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ. എക്സാമും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു ടെൻഷൻ. അതിനിടയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം കൂടി അങ്ങ് നടത്താമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എക്സാമിൻ്റെ ഇടയിൽ ഇപ്പോൾ എങ്ങനെയാണ് സമയം കിട്ടുകയെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടിയില്ല. 5 മിനിറ്റത്തെ കാര്യത്തിൽ പെട്ടെന്നങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഒരാഗ്രഹം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു DPharm സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ DPharm സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ, എങ്ങനെയുണ്ടെന്ന്. അതായത് നമ്മുടെ ബോർഡ് എക്സാമൊക്കെ ജൂലൈ 29-ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. കൺഫർമേഷൻ വന്നിട്ടില്ല, കലണ്ടർ വന്നിട്ടില്ല. എന്നാലും ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നൊരു അറിവ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാലുണ്ട്. അപ്പോൾ എപ്പോഴും പഠിക്കാൻ ഉള്ളൊരു മൈൻഡിലാണ്. കാരണം ഞാനങ്ങനെ വലിയായിട്ടും ഒരു പഠിപ്പിയൊന്നുമല്ല, ഒരു ആവറേജാണ്. അപ്പോൾ ഇത്ര നാളും 2 സെഷനിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ DPharm സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, നിങ്ങളുടെ സെഷനിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് 2 സെഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റി, കുറച്ചൊക്കെ ഡൗൺ ആയി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നു, പഠിക്കുന്ന ആരുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും പുറകോട്ട് പോകരുത്. അതിൻ്റെ വിഷമമൊക്കെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ ബോർഡ് എക്സാമിനും നമ്മുടെ മാർക്കിനും. നമ്മൾ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ സെക്ഷണൽ എക്സാംസ് നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കളയരുത്. നമുക്ക് മാർക്ക് നല്ലതായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് നന്നായിട്ട് മാർക്ക് നമുക്ക് നേടിത്തരുന്ന ഒരു സംഭവമാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ സെഷനിൽ കൂടിയാണ് നമുക്ക് ഇൻറ്റേർണലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അസൈൻമെൻറ്റ്, റെക്കോർഡ് ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ സമയത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന DPharm സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ സെക്ഷണൽ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്കും കുറച്ച് ഉപകാരപ്പെടുമായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇപ്പം ഞാൻ ആകെ ഒരു പോലത്തെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വരും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.